കുട്ടികളെ മര്യാദയ്ക്കിരുന്നത് അച്ഛൻ വരുന്നു എന്ന് പറഞ്ഞാണ്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് വല്ല ആവശ്യങ്ങൾക്കും പോവുകയാണെങ്കിൽ പൊതുവെ വിശേഷ അവസരങ്ങളിലൊക്കെ പോകേണ്ടി വരുമ്പോൾ പുരുഷൻ 1.5-2 മണിക്കൂർ എടുത്ത് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ബഹളമാണ്. ഇയാൾക്കിടാനുള്ളതൊക്കെ സ്ത്രീ നല്ലപോലെ തേച്ച് വൃത്തിയാക്കിയൊക്കെ കൊടുക്കണം. അതിലൊക്കെ ഉപരി ഇയാളിതൊക്കെ കഴിഞ്ഞാലും മണിക്കൂറുകൾ എടുക്കും ഒരുങ്ങാൻ. ഇയാൾ ഒരുങ്ങി ഇറങ്ങുമ്പോൾ പിള്ളേരെ ഒരുക്കണം, ആഹാര പദാർത്ഥങ്ങൾ കുട്ടികൾക്കുള്ളത് കയ്യിലെടുക്കണം, കിട്ടിയത് വാരി ഉടുത്ത് ഈ കുട്ടികളെ എടുത്ത് പോകുന്ന സ്ത്രീകളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. Am I right? ഇപ്പം ഇങ്ങനെ പുറകെ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് ഓടുമ്പോൾ ഇയാൾ ഈ കുഞ്ഞിനെ എടുക്കുകയില്ല, ഈ ബാഗിൽ ഒരെണ്ണായാൾ പിടിക്കുകയില്ല. ഇയാൾ മുമ്പിലൊരു പേഴ്സും ഒക്കെ വെച്ച് വളരെ ഗംഭീരമായ ആ മുണ്ടിൻ്റെ തല കക്ഷത്തിലേക്ക് വെച്ചൊരു നടപ്പാണ് നടക്കുക. എന്താ നമ്പ്യാരെ എന്നെ തുറിച്ചു നോക്കുന്നത്? ആ മുണ്ടിൻ്റെ തല കക്ഷത്തിൽ വെക്കുന്നത് പറഞ്ഞുകൊണ്ടാണ്. മുമ്പേ അങ്ങ് നടക്കുകയായിരുന്നു. ഒരു 100 വാര അകലത്തിലായിരിക്കും ഈ സ്ത്രീ വളരെ വിഷമിച്ച് ഇയാളുടെ ഒപ്പം എത്താൻ ശ്രമിക്കുന്നു. ഇയാൾ തീർത്തും അപരിചിതനെ പോലെ നടക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെ ഒരെണ്ണം പുറകെ വരുന്നുണ്ട്, നിൽക്കണം, ഒന്നുമില്ല, നടക്കുകയാണ്. എന്താ ടീച്ചറെ ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞത് ഞാനിതൊക്കെ മാറി നിന്ന് കണ്ട മനുഷ്യനാണ്. ഞാൻ ഈ നടപ്പ് നടന്നിട്ടില്ല, പക്ഷെ എനിക്ക് ഈ നടപ്പൊക്കെ കാണുന്നത് വലിയ ഇഷ്ടമാണ്. അന്നത്തതും ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്നത്തതും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെത് വെറും സ്റ്റേറ്റ്മെൻ്റാണ്. നിങ്ങൾക്ക് തള്ളാം, സ്വീകരിക്കാം, ഒരു വിരോധവും വരില്ല. ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ഈ കുഞ്ഞൊന്ന് കരഞ്ഞാൽ ഏത് വഴിയമ്പലത്തിൽ വെച്ചു ഈ സ്ത്രീ കുഞ്ഞിന് മുലയൂട്ടും, എവിടെ വെച്ചു. അതിന് പാകത്തിനുള്ള വസ്ത്രമേ ധരിക്കുകയുള്ളൂ. കുഞ്ഞിനാണ് ഏറ്റവും പ്രാധാന്യം. അത്തരമൊരു പ്രകൃതിയോടിണങ്ങിയ സ്ത്രീയായി പുറകെ പോകുന്നത്. അന്ന് അവരനുഭവിച്ച ത്യാഗം ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. ആ സ്ത്രീകളാരുമല്ല ഇന്ന് നാം കാണുന്നത്, ആ പുരുഷനെയുമല്ല ഇന്ന് നാം കാണുന്നത്. അവരൊക്കെ വയസ്സായി, അവരതിൽ നിന്ന് മാറുകയുമില്ല. ഇപ്പോഴും ആ വയസ്സനും വയസ്സിയൊക്കെ ഉള്ള വീടുകളിൽ ചെന്നാൽ അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ പണിയും. പക്ഷെ സമാജത്തിൽ അതുണ്ടാക്കിയ ഒരു പരിണാമം, ഒരു ചിന്ത നമ്മുടെ സാഹിത്യത്തിൽ, സിനിമയിൽ, കലയിൽ ഒക്കെ നിർണായകമായ പരിണാമം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ശരിയായിരുന്നില്ല എന്നൊരവബോധം അന്നത്തെ പുരുഷനിലും സ്ത്രീയിലും വരെയുണ്ട്. കാരണം അവർ അവരുടെ മക്കളെ വളർത്തിയപ്പോൾ അത് തുടരാൻ അനുവദിച്ചിട്ടില്ല. അത് ശരിയായിരുന്നു എങ്കിൽ അതിൻ്റെ തുടർച്ചയാണ് ഉണ്ടാവുക. അത് ശരിയായിരുന്നില്ല എന്ന് രണ്ടു കൂട്ടരും വിശ്വസിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് സമൂഹത്തിൽ വന്ന പരിണാമം, പ്രധാന പരിണാമം. ഇന്ന് അതിർത്തിയിൽ വഴക്കുണ്ടാകാൻ പൊക്കാൻ പോകുന്നത് പുരുഷനല്ല.
ഇന്ന് കുട്ടിയെ തല്ലുന്നത് പുരുഷനല്ല. ഇന്ന് ഒരു കുട്ടിക്കും അച്ഛൻ വരുന്നു എന്ന് പറഞ്ഞാൽ പേടിയൊന്നുമില്ല. ശരിയല്ല. മറിച്ച് അച്ഛനോട് പറഞ്ഞിട്ടാണ് ഇന്ന് കുട്ടി കളിക്കാൻ പോകുന്നത്. മമ്മി വരുന്നുണ്ടോ എന്ന് നോക്കിയേക്കണം. ശരിയാണോ? അധികാരത്തിൻ്റെ വലിയൊരു പടവിലേക്ക് ജനാധിപത്യ പ്രക്രിയ സ്ത്രീയെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കുടുംബങ്ങളിലും ചുറ്റുപാടുകളിലുമെല്ലാം ഈ പരിണാമം നടന്നു കഴിഞ്ഞു. സ്ത്രീ സാമാജിക തഥ്യയുടെ ഒട്ടേറെ മേഖലകളിൽ ഉയർന്ന മാനങ്ങളിലായി. ഇന്ന് പുരുഷൻ ചെന്ന ആവശ്യങ്ങൾ ചോദിച്ച് സ്ത്രീയോട് പണം വാങ്ങിക്കുന്ന ഒരു നിലയിലേക്ക് ഉയർന്ന സമൂഹങ്ങളിൽ വളരെയധികം മാറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ട്. പേഴ്സുമായി മുമ്പിൽ പോകുന്നതും കുട്ടിയെയുമൊക്കെ എടുത്ത് ബാഗുമൊക്കെ പിടിച്ച് പുറകെ പോകുന്നതും ചിന്തിച്ചാൽ പുരുഷനാണെന്ന് പുറകെ പോകുന്നത്. എഞ്ചിനീയർ, ഡോക്ടർ, IT ഒക്കെ ഉൾപ്പെടെ. ശരിയാണോ? അതോ നുണയാണോ? എങ്ങനെയാ? പ്രായമായി അമ്മമാരിൽ ചിലർക്ക് അവരുടെ മകനാണിങ്ങനെ പോകുന്നതെങ്കിൽ വല്ലാത്ത രോഷമുണ്ടാവും. അതവർ പ്രകടമാക്കുകയും ചെയ്യും. അതേസമയം അവരുടെ മകള് പോകുമ്പോൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഇത്രയും ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഞാനിതൊക്കെ പറഞ്ഞത് എനിക്ക് വലിയൊരു ഉദ്ദേശമുണ്ട്. അവിടെ ഞാൻ നിങ്ങളെ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നോണം. നിങ്ങൾ അപകടത്തിലേക്ക് പോകാനാണ് എനിക്ക് തലകുലുക്കി തരുന്നത്. പറയാതെ നിങ്ങളെ ചതിച്ചു എന്ന് വിചാരിക്കണ്ട. ഈ പരിണാമം ഇന്ന് വളരെ ശക്തമാണ്. അപ്പൊ ചാക്രികമാണ് സ്വാതന്ത്ര്യവും അസ്വാതന്ത്ര്യവും. ഒരു സാമൂഹ്യ രചനയിൽ പുരുഷനാണ് ഈ ഗുണങ്ങളെല്ലാം അനുഭവിച്ചതെങ്കിൽ അടുത്ത തലമുറയിൽ അല്ലെങ്കിൽ അതിനടുത്ത തലമുറയിൽ അത് സ്ത്രീയിലേക്ക് മാറ്റപ്പെടുന്നു. അപ്പോൾ പുരുഷൻ ഈ ത്യാഗമെല്ലാം അനുഭവിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഇതിനെ കാണേണ്ടത് അധികാരസ്ഥാനങ്ങളുടെ മെച്ചമായാണ്, സ്ത്രീ പുരുഷന്മാരുടേതായ അല്ല, വസ്തുതാപരമായി. ഇതാണ് ഭാരതീയ കാഴ്ചപ്പാട്. ഒരു ഘട്ടത്തിൽ പുരുഷനാണ് ഈ ആനുകൂല്യങ്ങളെല്ലാം അനുഭവിക്കാൻ കഴിഞ്ഞതെങ്കിൽ അടുത്തൊരു ഘട്ടത്തിൽ അതെല്ലാം സ്ത്രീയുടെ അവകാശമായി മാറി. വീണ്ടും അടുത്തൊരു ഘട്ടം വരുമ്പോൾ തിരിച്ചു പുരുഷനിലേക്ക് പോകും. ഈ പരിണാമത്തിന്റെ ഹേതുവും അവർ ചിന്തിച്ചിട്ടുണ്ട്. അതിനവര്
സന്താനത്തിൻ്റെ വ്യുൽപ്പത്തി വരെ ശ്രദ്ധിച്ചെഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. തനു വിസ്താരേ കരണേ ച. ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം ഏറ്റവും രൂപാന്തരപ്പെട്ട് നിൽക്കുന്നത് കുട്ടി ഉണ്ടാകാനുള്ള ദമ്പതി ക്രിയാവേളയിലാണ്. ഭാരതീയ പൗരാണിക മനഃശാസ്ത്ര ഗ്രന്ഥങ്ങൾ അവിടെ വെച്ചുണ്ടാകുന്ന ചിന്തകൾക്ക് വരെ വലിയ സ്ഥാനമുണ്ടെന്നാണ്. ചേരുന്ന രണ്ടുപേരിൽ നിന്ന് വ്യത്യസ്തരായ രണ്ടുപേരെയാണ് രണ്ടുപേരും സങ്കല്പിക്കുന്നതെങ്കിൽ അബദ്ധ വൈകല്യങ്ങൾ കുട്ടികളിൽ നേരത്തെ കാണാൻ തുടങ്ങും. അപ്പൊ സാമാജിക നിയമം വെച്ചോ തൻ്റെ ഇപ്പോഴുള്ള ആഗ്രഹം വെച്ചോ അതിനെ എതിർക്കുകയോ തല്ലുകയോ ഇറക്കി വിടുകയോ ചെയ്തിട്ട് കാര്യമില്ല. അന്ന് തനിക്കുള്ള സ്വപ്നമാണ് ഇതിന് കാരണം. അതാകട്ടെ താൻ ഇടപെട്ട ചുറ്റുപാടുകളുടെയും താൻ കഴിച്ച ആഹാരത്തിൻ്റെയുമാണ്. ഇത് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ലാതെയാണ് വൈദ്യശാസ്ത്രം ഈ നിയമത്തെ പറയുന്നത്. ഇതിനൊരു ഉദാഹരണം മാത്രം നിങ്ങളോട് പറയാം. ലോകത്ത് ഏറ്റവും കൂടുതൽ പൊക്കം കുറഞ്ഞവർ ജപ്പാനിലാണ് കാണുന്നത്. ജപ്പാനിലെ ഏറ്റവും വലിയ കലകളിലൊന്നാണ് ബോൺസായി. നിങ്ങൾ വീട്ടുമുറ്റത്ത് ബോൺസായി വളർത്തി പതിവായി അത് കണ്ട് അതാണ് നിങ്ങൾക്ക് ആരാധ്യമായ ഏറ്റവും വലിയ കല എന്ന് വിചാരിച്ച് ആ സങ്കല്പങ്ങളോടുകൂടി ജീവിച്ച് നിങ്ങൾക്കൊരു സന്തതി ഉണ്ടാകുമ്പോൾ അത് ലോകത്തിലെ ഏറ്റവും കലാമേന്മയുള്ളതായിരിക്കണം എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിലെ ഏറ്റവും കലയുള്ളത് ബോൺസായി ആണെങ്കിൽ മുരടിച്ചൊരു സന്താനത്തെയാണ് കിട്ടുക. ഇങ്ങനൊരു മനസ്സിനെയാണ് അവർ കണ്ടെത്തുക, സ്ത്രീയായാലും പുരുഷനായാലും. അപ്പോൾ വൈദ്യശാസ്ത്രത്തിൻ്റെ സങ്കേതങ്ങളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഇത്തരമൊരവസ്ഥയിലേക്ക് സ്ത്രീ എത്തി വന്നാൽ വളരെ പെട്ടെന്നാണ് ചുറ്റുപാടുകളോട് ഇണങ്ങുന്നതും തെറ്റായ രംഗങ്ങളിലേക്ക് വഴുതി വീഴുന്നതും. മുമ്പ് നേടിയെടുത്ത വിശ്വാസ്യത കൂടിയാകുമ്പോൾ എത്ര ദൂരവും ചെന്നു കഴിഞ്ഞു മാത്രമേ തിരിച്ചറിയാനും കഴിയൂ. ഇതിനെ അവലംബമാക്കി ഒട്ടേറെ പൗരാണിക ഭാരതീയ സാഹിത്യത്തിൽ പുരാണങ്ങളിലെ ചില ഘട്ടങ്ങളിൽ ഒക്കെ സ്ത്രീക്കെതിരെയുള്ള വചനങ്ങൾ വളരെയുണ്ട്. അത് സൈദ്ധാന്തികമല്ല, അതിത്തരം രംഗങ്ങളിൽ നിന്ന് മാത്രം രൂപപ്പെട്ടു വന്നതാണ്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ ആ അനുഭവങ്ങളെ ആസ്പദമാക്കി സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്കെതിരായി മാറുന്ന, പുരുഷന്മാർ മാത്രമല്ല, രംഗങ്ങളുമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംഭവിച്ചത് അങ്ങനെയാണ്.
ഒരളവിലധികം ആഡംബരത്തിൽ, ഒരളവിലധികം ശൃംഗാരത്തിൽ, ഒരളവിലധികം പൊതുവായി സ്ത്രീകൾ ഇറങ്ങുന്നുവെന്ന് വന്നാൽ ആദ്യം അതിൽ അസൂയ കൊണ്ടോ വെറുപ്പ് കൊണ്ടോ സംസ്കാരത്തിന് ചേരായിക കൊണ്ടോ മറ്റു കാരണങ്ങളെ കൊണ്ടോ ഒക്കെ എതിർപ്പുമായി ആദ്യമായി മുറുമുറുക്കുന്നതും രംഗത്തു വരുന്നതും ആരായിരിക്കും? സ്ത്രീകളായിരിക്കും. അത് വലിയ ഒരു നിയന്ത്രണ രേഖ കൂടിയാണ് സ്ത്രീകളുടെ മേൽ. ഇതും തെറ്റിദ്ധാരണയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. വൈദ്യസംബന്ധമായ വേറെ ചില പരിമിതികളും ഇതിനോടൊപ്പമുണ്ട്. ഒന്ന്, 12 വയസ്സ് മുതൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 20 വയസ്സ് വരെയുള്ള പ്യൂബിക് ഏജ്, വല്ലാത്തൊരുതരം വൈകാരികതയുടെയും നെർവസ്നെസ്സിന്റെയും ലോകമാണ്. അപൂർവമായെങ്കിലും സ്ത്രീകളിൽ ചിലതരം മറ്റീരിയലൈസേഷൻ പവർ വരെ രൂപാന്തരപ്പെടുന്ന കാലമാണ്. അതൊരുതരം നെർവസ്നെസ്സാണ്. മാനസികമായ ഒട്ടേറെ പിരിമുറുക്കങ്ങളുടെ സമയമാണ്. ഇതിലൂടെ പുരുഷൻ കടന്നു പോകുന്നില്ല. ഇതും വൈദ്യശാസ്ത്ര സംബന്ധമായ കാര്യമാണ്. 40 വയസ്സിനോടടുക്കുമ്പോൾ, ഇപ്പോൾ ഏതാണ്ട് 32-33 വയസ്സിനോടടുക്കുമ്പോൾ, പഴയ കാലത്ത് 50 വയസ്സ് കഴിയുമ്പോൾ, പിന്നെ അതൊരു 40 വയസ്സ് കഴിയുമ്പോൾ, ഇപ്പോൾ ഒരു 32-33 വയസ്സ് കഴിയുമ്പോൾ ഏത് രംഗത്തുള്ള സ്ത്രീയും താൻ ഒറ്റപ്പെട്ടുവെന്നും തന്നെ ആർക്കും വേണ്ടെന്നും ഒക്കെയുള്ള നിരാശതാബോധവും മാനസികങ്ങളായ ഒട്ടേറെ പിരിമുറുക്കങ്ങളും ഹോർമോണുകളുടെ ഒട്ടേറെ വിധത്തിലുള്ള ആന്തോളനങ്ങളും മൈക്രോ തൈറോയിഡിസത്തിൻ്റെയും മറ്റും മേഖല ഒക്കെ വരുന്നുണ്ട്. സാമൂഹിക തലത്തിൽ ഈ പരിണാമം പുരുഷനില്ല. ഈ രണ്ടും പുരുഷനിൽ നിന്നുള്ള ശക്തമായ ഭേദം തന്നെയാണ്. ഈ സമയത്ത് സാമൂഹിക രംഗത്ത് നിൽക്കുമ്പോൾ അബോധ പ്രവർത്തനങ്ങളിൽ പെട്ടുപോകുന്ന തൻ്റെ മനസ്സിൻ്റെയും ഹോർമോണുകളുടെയും നിലയെ എങ്ങനെ സാമാജിക നിയമങ്ങളോട് ഇണക്കിക്കൊണ്ടുപോകും? ഇതൊന്നും ചിന്തിക്കാതെയാണ് പലപ്പോഴും നമ്മൾ ഇതിനെയൊക്കെ അപഗ്രഥിക്കുന്നത്. അബോധം ശക്തമായി പ്രവർത്തിക്കുന്ന ഹോർമോണുകൾ അതിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ സജീവമായിരിക്കുമ്പോൾ
വിചാരിക്കുന്നത്, രൂപപ്പെടുന്നത്, പറയുന്നത്, പ്രവർത്തിക്കുന്നത് ഒരേ ദിശയിലല്ലാതെ വരുന്ന ഒരു സമയത്ത് താൻ ചെയ്യുവാൻ മുൻകൈയെടുത്ത കാര്യങ്ങൾ തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നുവെന്നോ തൻ്റെ മേലടിച്ചേൽപ്പിക്കുകയായിരുന്നുവെന്നോ തന്നെ പീഡിപ്പിച്ച് ചെയ്യുകയായിരുന്നുവെന്നോ മനസ്സ് കളിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സമാജത്തിൻ്റെയും വ്യക്തികളുടെയും സുശിക്ഷിത സുരക്ഷയെ കരുതി ആ ശാസ്ത്രം സമാജം അറിയുകയും അത് രൂപപ്പെടുന്ന ശരീരങ്ങൾ ആരുടേതാണോ അവരറിയുകയും അവരുടെ നന്മ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ അറിയുകയും അത്തരം വൈകല്യം സമാജത്തിനുണ്ടാകാതിരിക്കുവാൻ സാമാജിക രംഗങ്ങളെ ഭരിക്കുന്നവരറിയുകയും ചെയ്യുക എന്നതാണോ മര്യാദ? അതല്ല, ഇതൊന്നും അറിയാതെ എല്ലാ സ്വാതന്ത്ര്യത്തിനും വളം വെച്ച് ഈ വൈകല്യങ്ങൾ മുഴുവൻ ആറാടുന്നൊരു വേളയിൽ അതിനെ അന്യൻ്റെതെന്ന് കണ്ട് സമാജം ആസ്വദിക്കുകയും അതിൽ നിന്ന് കലകളും സാഹിത്യവും റിയാലിറ്റി ഷോകളും ഉണ്ടാവുകയാണോ വേണ്ടത്? ഇവിടെയാണ് പൗരാണികന്റെ ബുദ്ധിയും ആധുനികന്റെ ബുദ്ധിയും തമ്മിൽ അളക്കാനാവാത്ത വ്യതിയാനമുള്ളത്. ഒരുമാതിരി പറയാവുന്ന സഭ്യമായ ഭാഷയിൽ നിങ്ങളുടെ സമാജത്തിൽ നടക്കുന്ന വൈകൃതങ്ങളാണ് ഞാൻ പറഞ്ഞത്. അവയ്ക്ക് കാരണം ഈ തിരിച്ചറിവില്ലായ്മയാണ്. പ്യൂബിക് ഏജിൽ പെൺകുട്ടികളിൽ വരുന്ന പരിണാമം അതിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ താൻ സംഭവിപ്പിച്ചവയാണെന്ന് സാമാജികമായി ഏറ്റെടുക്കാനുള്ള തൻ്റെ ഇടം അത് ചെയ്യുന്നതിന് മുമ്പുണ്ടാവുക, ചെയ്യുമ്പോഴുണ്ടാവുക, ചെയ്ത് കഴിഞ്ഞുണ്ടാവുക എന്നതിന് മനസ്സ് തൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് ചെയ്യുന്നവയാകണം. അതല്ലാതെ വരുമ്പോൾ മനസ്സ് കളിക്കുന്ന കളിയുണ്ടാവും. ഇതാണ് 40 വയസ്സ് കഴിഞ്ഞും വരുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് കരയുന്നത്. ഇവയെ മുഴുവൻ വെച്ചുകൊണ്ടാണ് സിദ്ധാന്ത ഗ്രന്ഥങ്ങളിലല്ല, വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ചിലതിലും വൈദ്യശാസ്ത്രം ചേർത്തുവരുന്ന ചില നിയമരംഗങ്ങളിലും വൈദ്യശാസ്ത്രത്തോട് പ്രതിബദ്ധത പുലർത്തി വന്നിട്ടുള്ള ചില പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഈ നിയന്ത്രണങ്ങൾക്ക് ശ്രമിച്ചിട്ടുള്ളത്. ആ നിയന്ത്രണങ്ങളെയാണ് നിങ്ങൾ ഭാരതീയ സ്ത്രീത്വം, സംസ്കൃതിയിൽ തെറ്റായ ദിശയിലാണെന്ന് പറയുവാൻ കാരണമായിട്ടുള്ളത്. ഇതതിൻ്റെ ഒരു ഭാഗം. ഇതിൽ നിന്ന് വരുന്ന വ്യക്തിയുടെ വൈകല്യങ്ങൾ
ആരോഗ്യരംഗത്ത് സ്ത്രീ പുരുഷ ഭേദമന്യേ ഒന്നിച്ചിടപെടുകയും ഒന്നിച്ചിടപഴകുകയും ഒന്നിച്ച് മുന്നേറുകയും ചെയ്യുമ്പോൾ അതിനുള്ള സാംസ്കാരിക ഔന്നത്യം വന്നിട്ടില്ലെങ്കിൽ, ആത്മൈക്യബോധം വന്നിട്ടില്ലെങ്കിൽ ശരീരം അതിൻ്റെ പ്രതിപ്രവർത്തനങ്ങൾ ചെയ്യും. ചരകം ശ്രദ്ധേയമായി ഈ രംഗത്ത് പറയുന്നുണ്ട്. പരസ്പരം കാണുക, പരസ്പരം ഇടപഴകുക ഒക്കെ ചെയ്യുമ്പോൾ ശരീരം ചൂടാവും. മൂക്കസ് മെംബ്രെയിൻ മുഴുവൻ തപിക്കും. ആ സമയത്ത് എല്ലാ ധാതുവിൻ്റെയും കൂടി സമഗ്രഭാവങ്ങൾ രൂപാന്തരപ്പെട്ട് പരസ്പരാകർഷണത്തിൻ്റെ ഒരു ഗന്ധത്തെ പുറപ്പെടുവിക്കുകയും തത്സമയം ശരീരത്തിൽ നിന്നൊരു സ്രവം മേഘമാർഗത്തിൽ ഉണ്ടാവുകയും ചെയ്യും. പ്രാചീന കാലത്ത് ആഴ്ചകളിലോ മാസങ്ങളിലോ ഒരിക്കൽ മാത്രം ഒന്നിച്ച് ജീവിക്കുന്ന ദമ്പതികളിൽ ഉണ്ടാകുന്ന ഈ പ്രക്രിയ ഇന്ന് 1 മിനിറ്റിൽ 3 പ്രാവശ്യമാണെന്നാണ്. ഇതിന് സ്ഥിതിവിവരക്കണക്കുണ്ട്. ശരാശരി കേരളീയനിൽ ഉണ്ടാകുന്നതാണ്. അവൻ സീരിയൽ കാണുന്ന വേളയിൽ, സിനിമ കാണുന്ന വേളയിൽ, മൊബൈലിൽ SMS അയക്കുന്ന വേളയിൽ, റിയാലിറ്റി ഷോയുടെ വേളയിൽ, കോമഡി ഷോയുടെ വേളയിൽ, പരസ്യങ്ങൾ കാണുന്ന വേളയിൽ, ചില സാധന സാമഗ്രികളെപ്പറ്റി ചർച്ച ചെയ്യുന്ന വേളയിൽ എല്ലാം ഇങ്ങനെ സംഭവിക്കുന്നുവെന്നാണ്. ആരോഗ്യത്തിൽ വിലമതിക്കാനാവാത്ത ഒരു രംഗമാണിത്. ആരോഗ്യം മേടിക്കാൻ ഓടുമ്പോൾ നാം അറിയാതെ നമ്മുടെ ആരോഗ്യം മുഴുവൻ ചോർന്നു പോകുന്ന, നമുക്ക് വളരെ വേഗത്തിൽ വാർദ്ധക്യം വരുന്ന, പത്തോളം പ്രസവിച്ച സ്ത്രീക്കും 10 കുട്ടികളുടെ എങ്കിലും പിതാവായ പുരുഷനും, മിനിമം ആകട്ടോ പറഞ്ഞത്, പുരുഷന്റെ കണക്ക് പറഞ്ഞത് മിനിമമാണ്. വാർദ്ധക്യം വരുന്നതിനേക്കാൾ വേഗത്തിലാണ് ഇന്ന് സമാജത്തിൽ സ്ത്രീ പുരുഷന്മാർക്ക് വാർദ്ധക്യം വരുന്നത്. കണ്ണിന് തിമിരം വാർദ്ധക്യ ലക്ഷണം, തൊലിഞ്ഞൊറിയുന്നത് വാർദ്ധക്യ ലക്ഷണമാണ്. മുട്ടിനും നട്ടലിനുമൊക്കെ തേയ്മാനം വരുന്നത് വാർദ്ധക്യ ലക്ഷണമാണ്. പാർക്കിൻസോണിസം, കൊറിയ, ഡിസ്റ്റോണിയ ഒക്കെ വാർദ്ധക്യജന്യ രോഗങ്ങളാണ്. തലച്ചോറിന് വരുന്ന അട്രോപ്പി, ഇതൊക്കെ വാർദ്ധക്യജന്യ രോഗങ്ങളാണ്. ഇവയൊക്കെ ഇന്ന് നേരത്തെയാണ് വരുന്നത്. ശരിയാണോ? ശരിയാണോ? കുട്ടികളെയും ഒക്കത്തെടുത്തുകൊണ്ട് അമ്മമാർ തിമിര ശസ്ത്രക്രിയയ്ക്ക് ക്യൂ നിൽക്കുകയാണ് തൻ്റെ കുഞ്ഞിൻ്റെ. ജനിച്ചത് തന്നെ വാർദ്ധക്യം. ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ മോള് പ്രസവിച്ച കുഞ്ഞ് 42ാമത്തെ വയസ്സിൽ
അവളുടെ അമ്മ പ്രസവിച്ച കുഞ്ഞിൻ്റെ ആരോഗ്യനില വെച്ച് നോക്കിയാൽ ബയോ ക്ലോക്കിൽ വാർദ്ധക്യം വന്നൊരു കുഞ്ഞിനെയാണ് ഈ മോള് പ്രസവിച്ചിരിക്കുന്നത്. 42 വയസ്സിൽ പ്രസവിക്കുമ്പോൾ, പഴയ സ്ത്രീ പ്രസവിക്കുമ്പോൾ 10 പ്രസവം കഴിഞ്ഞ് പ്രസവിച്ചതാണ്. ആ കുഞ്ഞിനുള്ളതിനേക്കാൾ വൈകല്യങ്ങളാണ് മോളുടെ കടിഞ്ഞൂൽ പ്രസവത്തിൽ തന്നെ ഉണ്ടാകുന്നത്.